ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഇന്ന് ആത്മീയ ഭോജ്യത്തിൽ വിചിന്തനം ചെയ്യുന്നത് നമ്മളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയമാണ്. ആരെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ ഒരു ശവപ്പെട്ടി കണ്ടാൽ അതിൻ്റെ സൂചന മരിക്കാൻ പോവാണ് എന്നുള്ളതാണോ? ചിലപ്പോൾ ആകാം, പലപ്പോഴും ആയിരിക്കണമെന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ഈ വരങ്ങളുടെ ഉപയോഗം, അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന സന്ദേശങ്ങൾ. ഒരു സ്ത്രീ വളരെ ദർശനത്തോടെ പറഞ്ഞൊരു കാര്യം, ഞാൻ സാധാരണ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ അതുപോലെ സംഭവിക്കാറുണ്ട്. ഈ ദിവസങ്ങളിൽ ഞാൻ കാണുന്നത് ശവപ്പെട്ടിയാണ്. അപ്പം അതുകൊണ്ട് അവർക്കൊരു വിഷമം, ഇനി അവരുടെ മരണമാണോ, കുടുംബത്തിൽ ആരുടെയെങ്കിലും മരണമാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ അവരോട് സൂചിപ്പിച്ചൊരു കാര്യം, ശവപ്പെട്ടി കണ്ടാൽ ഉടനെ മരണമാണ് എന്ന് ഉറപ്പിക്കരുത്. ചിലപ്പോൾ മരണഭയം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കാം, വേറെ ചില കേസിലൊക്കെ മരണം മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കാം. മരണവക്കിലെത്തി നിന്ന് എത്രയോ പേരുടെ മരണം മാറിപ്പോയതായിട്ട്, ദൈവം മാറ്റിവിട്ടതായിട്ട് ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാത്തവർക്ക് തെറ്റുപറ്റാം. അതുകൊണ്ട് ഈ വരങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് വിവേകമില്ലെങ്കിൽ അത് വലിയ പ്രശ്നമായി തീരും എന്നുള്ളത് പല സംഭവങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ആദ്യമായിട്ട് തന്നെ നമുക്ക് ഈ വരങ്ങളുടെ ദാതാവ് ആരാണ്? ദൈവം. വരങ്ങളുടെ ദാതാവ് എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവം തന്നാലേ നമുക്ക് വരദാനങ്ങൾ ഉണ്ടാകത്തുള്ളൂ. നമുക്ക് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നൊരു കാര്യമല്ല. വരദാനങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും വരദാനങ്ങളുള്ളവർ അതിൽ അഹങ്കരിക്കരുത് എന്ന് കൃത്യമായിട്ട് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്തോസ് 9:16 പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നന്നായിട്ട് പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്കതിൽ അഹങ്കരിക്കാൻ വകയില്ല. അപ്പോൾ എന്തെങ്കിലും വരദാനങ്ങൾ ദൈവം തന്നിട്ടുണ്ടെങ്കിലും അതിൽ അഹങ്കരിക്കാൻ വകയില്ല എന്നുള്ളത് തിരിച്ചറിയണം. 1 കൊരിന്തോസ് 13 പറയുന്നുണ്ട്, നീ മനുഷ്യരുടെയും മാലാഖമാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ നീ ഒന്നുമല്ല. അപ്പം അതുകൊണ്ട് വരങ്ങളുള്ളതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്നേഹത്തിൽ വളർന്ന് അതിലൂടെ സ്വർഗത്തിന് അർഹരാകുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഒരിക്കലും മറക്കരുത്. എഫേസസ് 4:7 മുതൽ വായിക്കുമ്പോൾ അവിടെ വലിയൊരു സന്ദേശമുണ്ട്. കൃപയും ദാനങ്ങളും നൽകുന്നത് ദൈവമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം നൽകുന്നതാണ് കൃപകൾ. 4:12 നമ്മൾ വായിക്കുന്നൊരു കാര്യം ഒരിക്കലും നമ്മൾ മറക്കരുത്. എന്തിനാണ് ഒരാൾക്ക് ദൈവം വരദാനങ്ങൾ നൽകുക? 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധരെ പരിപൂർണരാക്കാൻ. വരദാനങ്ങളുള്ളവർ ഓരോ ദിവസവും ആധ്യാത്മികതയിൽ വളർന്നുകൊണ്ടിരിക്കണം, ആധ്യാത്മികതയിൽ തെളിഞ്ഞുകൊണ്ടിരിക്കണം, സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണം. അതിനുവേണ്ടിയാണ് വരദാനങ്ങൾ. 2ാമത്തെ കാര്യം, സഭയെ പണിതുയർത്താൻ. ഇന്ന് വരങ്ങൾ കിട്ടി അവസാനം പള്ളി പോകാനോ സഭയ്ക്ക് വിധേയപ്പെടാനോ സഭയോട് ചേർന്ന് നിൽക്കാനോ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ അവർക്ക് മാർഗഭ്രംശം സംഭവിച്ചു എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. സഭയെ പണിതുയർത്താൻ വേണ്ടിയാണ്. 3ാമതൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കറതീർന്ന ശുശ്രൂഷ ജീവിതം. എത്രമാത്രം നമ്മൾ പാപത്തിൻ്റെ അംശത്തിൽ നിന്ന് പോലും പുറത്തു വന്ന് കറതീർന്ന ശുശ്രൂഷ ജീവിതം. അതിനുവേണ്ടിയാണ് വരദാനങ്ങൾ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. 2ാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, വരങ്ങളുടെ രാജാവെന്ന് പറയുന്നത് ആരാ? അതാണ് വിവേകം. വരങ്ങളുടെ രാജാവ്. വിവേകമില്ലാതെ വരങ്ങൾ ഉപയോഗിച്ചാൽ ഗുണത്തെക്കാൾ കൂടുതൽ ദൂഷ്യമായിട്ട് മാറും. അതുകൊണ്ട് വരദാനങ്ങൾ ഉപയോഗിക്കുന്നവർ ദിവസവും പ്രാർത്ഥിക്കണം. വിവേകം, ആ വിവേകത്തിൻ്റെ അഭിഷേകം. നമുക്കറിയാമല്ലോ, അടിസ്ഥാന പുണ്യങ്ങൾ പോലെ തന്നെ അടിസ്ഥാന തിന്മകൾ പോലെ തന്നെ അടിസ്ഥാന പുണ്യങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് അടിസ്ഥാന പുണ്യങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിവേകം. വിവേകത്തിൻ്റെ ഗുണം എന്താ? വിവേകം ഉണ്ടെങ്കിൽ യഥാർത്ഥ നന്മ എവിടെയാണെന്ന് അറിയാൻ പറ്റും, അവിടെ എത്താനുള്ള യഥാർത്ഥ മാർഗം ഏതെന്ന് അറിയാൻ പറ്റും. ഇതൊന്നും ഇല്ലാതെ നമ്മൾ ശുശ്രൂഷ ജീവിതത്തിൽ മുമ്പോട്ട് പോയാൽ പല വിധത്തിലുള്ള വീഴ്ചകളും തകർച്ചകളും അതുപോലെ തന്നെ മറ്റുള്ളവർക്കാണെങ്കിലും നമ്മൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന അവസ്ഥയുണ്ടാകാം. വരാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം വിവേകത്തിന് വേണ്ടി. പ്രഭാഷകൻ 34:9-10 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ക്ലാസ് റൂമിലിരുന്ന് പഠിച്ചാൽ ബൗദ്ധികമായിട്ടുള്ള അറിവുണ്ടാകും. വിദ്യാസമ്പന്നൻ പല കാര്യങ്ങളും അറിയുന്നു, പക്ഷേ ഈ അനുഭവജ്ഞാനമുള്ള വ്യക്തിക്ക് വിവേകപൂർവ്വം സംസാരിക്കാൻ പറ്റും. അതിന് അനുഭവജ്ഞാനം അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. 3ാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, മരണവക്കിൽ നിന്ന് കൈപിടിച്ച് ജീവിത സമൃദ്ധിയിലേക്ക് ദൈവം നയിച്ച പല സംഭവങ്ങൾ ബൈബിളിലുണ്ട്. അത് നമ്മളൊരു ശവപ്പെട്ടി കാണുമ്പോഴേ മരിക്കാൻ പോവാണ്, അതിന് റെഡിയാകുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. മരണവക്കിലെത്തി നിന്നവരെ ദൈവം ജീവിത സമൃദ്ധിയിലേക്ക് കൈപിടിച്ചുയർത്തിയ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പുറപ്പാട് 14 നമ്മൾ കാണുന്നത് എന്താ? ആ ചെങ്കടലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഇസ്രായേൽക്കാർ മരണം നേരെ കാണുക. മരണവക്ക്. ദൈവം അവരെ അത്ഭുതകരമായിട്ട് വഴി നടത്തി. പിന്നെ അവർ എത്ര കാലം ജീവിച്ചു? വാഗ്ദത്ത ഭൂമിയിലെത്തി. അതുകൊണ്ട് വക്കിലെത്തിയാലും നമ്മൾ പ്രത്യാശ വെടിയരുത്.
യൂദിത്ത് 7-ാം അധ്യായം അതിൻ്റെ 19 മുതൽ വായിക്കുമ്പോൾ ഇസ്രായേൽക്കാർ ഹോൾ ഓഫ് ഫർണസ് ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ മരണവക്കിലെത്തി നിൽക്കുക. അവസാനം അവർക്ക് വെള്ളം പോലും കിട്ടാതെ യുവാക്കൾ പോലും ആശയറ്റ് വീഴുന്ന ഒരു രംഗം. ഹോൾ ഓഫ് ഫർണസിൻ്റെ അടിമകളായാലോ ഒരു ചിന്ത അവർക്ക് വന്നു. പക്ഷെ നമ്മൾ കാണുകയാണ് യൂദിത്ത് അവരെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ഒരിക്കലും പോകരുത്, അടിമത്തം നമുക്ക് ഗുണപ്പെടത്തില്ല, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം പരിഹാരം കാണിച്ചു തരും. അങ്ങനെ അവർ ദൈവത്തോട് പ്രാർത്ഥിച്ച് അവിടെ നിന്നും രക്ഷപ്പെടുന്നത് യൂദിത്ത് പോയിട്ട് ഹോൾ ഓഫ് ഫർണസിൻ്റെ തല വെട്ടിയെടുത്തോണ്ട് വരുന്ന രംഗം നമുക്ക് കാണാൻ പറ്റും. ലൂക്ക 8-ാം അധ്യായം 22 മുതൽ വായിക്കുമ്പോൾ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വഞ്ചി, അതിലുണ്ടായിരുന്ന ശിഷ്യന്മാർ ഒരു നേരെ മരണം മുന്നിൽ കാണുകയാണ്. യേശുവിനെ വിളിച്ചുണർത്തി അവൻ എഴുന്നേറ്റ് നിന്ന് കാറ്റിനെയും കടലിനെയും ശാസിച്ചു, എല്ലാം ശാന്തമായി. മരണവക്കിൽ നിന്ന് ജീവിത സമൃദ്ധിയിലേക്ക് കടന്നു വന്ന വ്യക്തികളെ കാണാൻ പറ്റും. മത്തായി 14:30 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഇതുപോലെ ഒരു രംഗം. കർത്താവ് വെള്ളത്തിന് മീതെ നടന്നു വരികയാണ്. കർത്താവാണെന്ന് അറിഞ്ഞപ്പോൾ പത്രോസ് പറയാം, എന്നാൽ എന്നോടൊന്ന് പറഞ്ഞാൽ വെള്ളത്തിന് മുകളിൽ കൂടെ ഞാൻ നടക്കാം, വരാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പം കാറ്റിലേക്ക് നോക്കി, കടലിലേക്ക് നോക്കി, ഒരു സംശയം വന്നപ്പോൾ അവൻ വെള്ളത്തിൽ താഴാൻ തുടങ്ങി. ഉടനെ നിലവിളിച്ചു. കർത്താവ് സഹായഹസ്തം നീട്ടി അവനെ രക്ഷിക്കുന്ന ഒരു രംഗം മത്തായി 14:30 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എല്ലാം നമ്മൾ കാണുക മരണവക്കിൽ നിന്നും രക്ഷയിലേക്ക് കർത്താവ് നയിച്ച രംഗങ്ങളാണ്. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ജീവിത സമൃദ്ധിയിലേക്ക് വന്നിട്ട് വീണ്ടും മരണത്തിലേക്ക് തള്ളപ്പെട്ട സംഭവങ്ങൾ, തകർച്ചയിലേക്ക് തള്ളപ്പെട്ട സംഭവങ്ങളും ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. 2 ദിനവൃത്താന്തം 14. ആസ അവന് കർത്താവിൽ വിശ്വാസം അർപ്പിച്ച് വിശ്വസ്തനായി ജീവിച്ചപ്പോൾ ദൈവം കൂടെ നിന്നു. ശത്രുക്കൾ വലിയ നമ്പരായിരുന്നെങ്കിലും ഇവരെ കർത്താവ് സഹായിച്ചത് കൊണ്ട് അവർ വിജയം വരിച്ചു എന്നുള്ളത് കാണാൻ പറ്റും. 16 വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാൻ മടിച്ച ആസ, അവൻ്റെ കാലിൽ ഒരു വ്രണം വന്ന് അത് സുഖപ്പെടാതെ അതുമൂലം മരിക്കുന്ന രംഗം കാണാൻ പറ്റും. അത്രയും വലിയ അവസ്ഥയിലേക്ക്, ജീവിത സമൃദ്ധിയിലേക്ക് വന്നിട്ട് എല്ലാം നഷ്ടപ്പെടുത്തിയ ഒരു വ്യക്തിയായിട്ട് ആസയെ കാണാൻ പറ്റും. ഉസിയായുടെ കാര്യം 2 ദിനവൃത്താന്തം 26-16 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അവന് അഹങ്കാരം കയറി, അവന് പ്രാബല്യം നേടിക്കഴിഞ്ഞപ്പോൾ അഹങ്കാരപ്രമത്തനായി. അതിൻ്റെ ഫലമായിട്ട് അവന് കുഷ്ഠരോഗം വരുന്നതും അവന് ജനങ്ങളിൽ നിന്നും ഓടിക്കപ്പെടുന്ന ഒരു രംഗം കാണാൻ പറ്റും. 1 രാജാക്കന്മാർ 21 മരണവക്കിൽ നിന്നും രക്ഷപ്പെട്ട വ്യക്തിയായിരുന്നു ആഹാബ്. പക്ഷെ അവൻ വീണ്ടും അവിശ്വസ്തതയിലേക്ക് പോയപ്പോൾ മരണത്തിലേക്ക് തള്ളപ്പെടുന്ന ഒരു രംഗം അവിടെയും കാണാൻ പറ്റും. 1 രാജാക്കന്മാർ 14-ാം അധ്യായം ജെറൊബോവാം അത്ഭുതകരമായ സൗഖ്യം കിട്ടിയവനാണ്. പക്ഷെ അവൻ വീണ്ടും പാപ ജീവിതത്തിലേക്ക് തിരിച്ചു നടന്നു കഴിഞ്ഞപ്പോൾ ചപ്പ് ചവറ് പോലെ അവനെ ചാരമാക്കും എന്ന് കർത്താവ് പറയുന്നത് കാണാൻ പറ്റും. ഇതെല്ലാം വലിയ സന്ദേശമാണ്. അതുകൊണ്ട് നമ്മൾ ആ സന്ദേശം എടുത്ത് അതിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുവാൻ തീരുമാനമെടുത്ത് അതിനുവേണ്ട അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒരുമിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.